ഹായ്, കൂർക്കയും പോർക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. നാടൻ സ്റ്റൈലില് ഒരു ഒന്നൊന്നര ടേസ്റ്റില് എങ്ങനെ കൂർക്കയും പോർക്കും ഉണ്ടാക്കാം അതാണ് കാണിക്കുന്നത്. സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് അത് വേവിക്കാൻ വെക്കുക, പിന്നെ അതിന്റെ മസാല ഉണ്ടാക്കുക, ലാസ്റ്റ് കാച്ചാൻ വെക്കുക. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങല്ലേ. അപ്പൊ നമ്മളിതാ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള കൂർക്കയും പോർക്കും വേവിച്ചെടുക്കാനാണ് പോണത്. നമ്മളത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോണത്. ഈ പോർക്കില് നെയ്യ് ഉണ്ടാവും നമുക്കറിയാലോ. അപ്പൊ അത് കാരണം നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാമാണ്. 1/2 കിലോ കഷ്ടി എടുത്തിട്ടില്ല. വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പൊ 400 ഗ്രാം പോർക്ക്. പിന്നെ എടുത്തിട്ടുള്ളത് 1 കിലോ കൂർക്ക നന്നാക്കി വെച്ചിട്ടുള്ളതാണിത്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, വേപ്പില കുറച്ച്, 2-3 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 വിരലിന്റെ വലുപ്പത്തില് ഇഞ്ചി, ചുവന്നുള്ളി, ഇതെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോർക്കാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പൊ അത് അതിനായിട്ടുള്ളത് ചെയ്യാം. അപ്പൊ ഒരു കുക്കറിൽ പോർക്ക് ഇട്ട് കൊടുത്തിട്ട്, പോർക്കിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും വേപ്പിന്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, ഇതെല്ലാം ഇത് 3ഉം കൂടിയിട്ട് നമ്മൾ നന്നായി ഒന്ന് ചതച്ച് മിക്സിയിൽ പേസ്റ്റ് ആക്കണമെന്നില്ല, ജസ്റ്റ് അതൊന്ന് നന്നായി ഒന്ന് ചതച്ചിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 3 വിസിൽ അടിക്കണ പാകം. നമ്മുടെ വേവിന്റെ പാകം എന്ന് പറയില്ലേ, പോർക്കായ കാരണം നന്നായി വേവാൻ നല്ലതാണ്, അല്ലെങ്കിൽ അത് ഉള്ളു വേവാണ്ടിരിക്കും. അപ്പൊ ഒരു 3 വിസിൽ അടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു പാകമാണ് ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോർക്ക് അത് അടിച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കൂർക്കയാണ് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോണത്. കൂർക്ക ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നന്നായി ചെറിയ കഷ്ണമാക്കിയിട്ടൊന്നല്ല. എന്ന് വെച്ചാൽ ഒരു വലിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്കാണ്ടിരിക്കുക. ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വാലെടുത്തിട്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളം ഉണ്ടോ നോക്കുക. എന്താ വെച്ചാൽ കുക്കറിൽ അടി പിടിക്കരുതല്ലോ. അപ്പൊ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട, വെള്ളം ഇല്ലെങ്കിൽ അതൊന്ന് അടിച്ചെടുക്കുക. ഒരു വിസിലിന്റെ ഭാഗത്ത് നമ്മളത് അടിച്ചെടുക്കുക. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ മസാല റെഡിയാക്കാനാണ് പോകുന്നത്. ഈ ഒരു മസാലയാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് വരുത്തുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ ചെറുകിയത്, 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം, ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഏലക്കായ, ജാതിക്കയുടെ ഒരു പകുതി കഷ്ണം, കരയാമ്പൂ അതേപോലെ ഒരു 5 എണ്ണം, തക്കോലം ചെറിയൊരു കഷ്ണം പകുതി എടുത്താൽ മതി, വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി, അതേപോലെ ചുവന്നുള്ളി ഒരു 5-6 ചുവന്നുള്ളി, വേപ്പിന്റെ ഇല. ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ്, നമ്മൾ മസാല വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാതും, ഇത് മസാലക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാതും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പീഡിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇതാ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവണ പാകം എന്നാണ് സാധാരണ പറയാ. ഞങ്ങളിവിടേക്ക് ഈ ഗോൾഡൻ കളറിന് പുളിയറുമ്പിന്റെ കളർ എന്ന് പറയും. പുളിയറുമ്പിന്റെ കളർ ആവണ പാകത്തിലാണ് നമ്മളിത് വറുത്ത് മാറ്റി വെക്കുന്നത്. അതാണ് അതിന്റെ ഒരു പാകം. എന്നുവെച്ചാൽ മുരിച്ചിൽ നന്നായി കൂടാനും പാടില്ല, നന്നായിട്ട് കുറയാനും പാടില്ല. അപ്പൊ ഇതാ ഒരു പാകം ആയിട്ടുണ്ട്. ആ പാകം ആവുമ്പോൾ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടാനായിട്ട് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റാം. എന്നുവെച്ചാൽ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പൊ അതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലൊന്ന് പരത്തിയിടാം. അല്ലെങ്കിൽ ആ ചീഞ്ചട്ടിയുടെ ഒരു ചൂടുണ്ടാവുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പരത്തിട്ടത്. നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാണ്ട്
അതിൽ ഉള്ളിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ അത് പൊടിഞ്ഞു കിട്ടും. വെള്ളം ഒന്നും ഒഴിച്ചെടുക്കാണ്ട് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കൂട്ടാൻ കാച്ചാൻ വെക്കലാണ്. അതായത് ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പൊ അതിനും കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ അതിനായിട്ട് 2 സബോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് വേപ്പിൻ്റെ ഇല, 5-8 ചുവന്നലി ചതച്ചത്, അതേപോലെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഒരു നേരത്തെ പോലെ തന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ജസ്റ്റ് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. എരിവിന്റെ ഇതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് എരിവുണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് കാരണമാണ് നമ്മൾ ആദ്യം മുളക് പൊടി പിന്നെയും പച്ചമുളക് അതിൻ്റെ ഇടയിൽ പിന്നെയും ഇതാ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണമെങ്കിൽ മുളകിൻ്റെ പൊടി അതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ ഇനി സവാള ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരണം. ആ വഴന്ന് വരുമ്പോൾ നമ്മുടെ കൂർക്ക വെന്തിരിക്കുന്നത്, കൂർക്കയും പോർക്കും വെന്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോണത്. അതൊന്ന് ജസ്റ്റ് അതൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മൂത്തിരിക്കണ സവാളയുടെ ഈ ഇതിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായി അത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തേക്ക് എത്തുന്ന വിധത്തില്. അപ്പൊ അതിന് പാകമായിട്ടുള്ളൊരു ചീനച്ചട്ടിയും കൂടി എടുക്കണം. എന്ന് വെച്ചാൽ നന്നായി അത് മിക്സ് ചെയ്താൽ തന്നെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പൊ ഒരു ചെറിയ പാത്രം എടുക്കരുത്. ഇനി നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടി നമ്മൾ ഇതിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാല എന്ന് പറയുന്നതാണ് ഈ ഒരു കൂട്ടാന്റെ ടേസ്റ്റ് തന്നെ. അപ്പൊ ആ ഒരു മസാല നമ്മുടെ കൂർക്കമയും പോർക്കമയും നന്നായി പരണ്ടിരിക്കുന്ന രൂപമായിരിക്കണം. അതിനാണ് നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളത് മസാല. അപ്പൊ അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം പോർക്ക് വെക്കുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിന്റെ അളവൊന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി അത് മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല നമുക്ക് ഇതിനൊരു പ്രത്യേക ഒരു നാടൻ രുചിയുടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ തന്നെയാണ്. അപ്പൊ അതിനാണ് വീണ്ടും നമ്മൾ 2-3 വട്ടമൊക്കെ വേപ്പിൻ്റെ ഇല ഇടുന്നത്. ആ ഒരു ടേസ്റ്റ് വരാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ കൂർക്കയും പോർക്കും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കറി കൂട്ടാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.